ചെറുപ്പത്തിൽ ഓർമ്മ വച്ച നാൾ മുതൽ കേൾക്കാൻ തുടങ്ങിയ വിഷയമാണ് നമസ്കാരത്തിന്റെ ഗൗരവം. നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവൻ മാത്രമാണ് മുസ്ലിം. അതിൽ വീഴ്ച വരുത്തുന്നവൻ അവൻ യഥാർത്ഥ മുസ്ലിമല്ല. കാരണം നമസ്കാരം ദീനുൽ ഇസ്ലാമിന്റെ നെടും തൂണാണ്. അത് സമയത്ത് നിർവഹിക്കുന്നവർ മാത്രം പരലോകത്ത് വിജയിക്കും. അതിൽ ഉദാസീനതയും പിഴവും വരുത്തുന്നവർ തീർച്ചയായും പരലോകത്ത് പരാജയപ്പെടും. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പരലോകത്ത് നരകത്തിൽ പോകുന്നതിനെയാണ്. അവരുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും മുഴച്ചു നിൽക്കുന്നതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യന്റെ കർമ്മങ്ങളിൽ ആദ്യമായി പരലോകത്ത് വിചാരണക്കെടുക്കപ്പെടുന്നത് അവന്റെ നമസ്കാരമായിരിക്കും എന്നാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരാളുടെയും സഹായമില്ലാതെ ഒറ്റക്കൊറ്റക്ക് അവരവരുടെ കണക്കുകൾ നോക്കപ്പെടുന്ന ദിവസം നമ്മുടെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ആദ്യമായി പരിശോധനക്കെടുക്കുന്ന വിഷയം കൃത്യമായി നമസ്കരിച്ചോ ഇല്ലേ എന്നതായിരിക്കും. അതിൽ വിജയിച്ചവൻ വിജയിക്കും, അവിടം പരാജയപ്പെട്ടവൻ പരാജയപ്പെടും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളാണ്. കേട്ട് തഴമ്പിച്ച വചനങ്ങളാണ്. ധാരാളമായി വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ മുസ്ലിമീങ്ങൾ ഇന്നും ഈ മേഖലയിൽ വളരെ പിറകോട്ട് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിശ്ചയമായും നമസ്കാരം അത് മുഅ്മിനീങ്ങൾക്ക് സമയബന്ധിതമായ പരിപാടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ചില സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് അത് നിർവഹിക്കേണ്ടിടത്ത് പോയി നിർവഹിക്കണം. മുസ്ലിമീങ്ങൾക്കത് ബാധ്യതയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ പാപങ്ങളുടെ ശുദ്ധീകരണമാണ് നമസ്കാരം. അവിടുന്ന് ഉപമാരൂപത്തിൽ തന്നെ ചോദിച്ചു സഹാബിമാരോട്, നിങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. അതിൽ നിന്ന് 5 നേരം കുളിച്ച് വൃത്തിയാകുന്നവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയായേക്കുമോ? റസൂലുള്ളാഹിയുടെ ചോദ്യം. സ്വഹാബത്ത് പറയുന്നു, നബിയെ ഇല്ല, ഒരഴുക്കും ബാക്കിയാവുകയില്ല. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫദാലിക മസലുസ് സ്വലവാത്തിൽ ഖംസ് യംഹുല്ലാഹു ബിഹിന്നൽ ഖതായ, 5 നേരത്തെ നമസ്കാരത്തിന്റെ ഉപമ അതാണ്. 5 നേരം പുഴയിൽ ഇറങ്ങി കുളിക്കുന്നവനെ പോലെ, ഒരഴുക്കും ബാക്കിയാകാത്ത ശരീരം. ഇതുപോലെ പാപത്തിന്റെ കറകൾ മനസ്സുകളിൽ പറ്റിപ്പിടിക്കാതെ മനസ്സുകളെ ശുദ്ധീകരിക്കുവാൻ പറ്റിയ ഏറ്റവും വലിയ ഇബാദത്താകുന്നു 5 നേരത്തെ കൃത്യമായ നമസ്കാരം എന്ന് മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിരിക്കുകയാണ്. അതെവിടെ വെച്ച് നിർവഹിക്കണം? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ് ദീനുൽ ഇസ്ലാം. ആ ദീനിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നവരാണ്. റസൂലുള്ളാഹിയെ കൺകുളിർക്കെ കണ്ട് അവിടുത്തെ വാചകങ്ങൾ കേട്ട് പ്രവാചകന്റെ തിരുമുമ്പിൽ ഇരുന്നു കൊണ്ട് ദീന് പഠിച്ചിട്ടുള്ള മഹാന്മാരായ സ്വഹാബിമാർ. അവർ അത് എവിടെ വെച്ച് നിർവഹിച്ചു? എവിടെ നിർവഹിക്കപ്പെടാനാണ് പടച്ചതമ്പുരാന്റെ കൽപ്പന? അതെവിടേക്ക് വിളിക്കുന്നുവോ, ഹയ്യാല സ്വലാ നമസ്കാരത്തിനായി വരൂ, ഹയ്യാലൽ ഫലാഹ് വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുന്നിടത്ത് പോയി അത് നിർവഹിക്കൽ നിർബന്ധമാണ്. എല്ലാ ആളുകളും അത് ചെയ്തേ പറ്റൂ. നമസ്കാരത്തിന് വരൂ എന്ന ക്ഷണം എവിടെ നിന്നാണോ ലഭിക്കുന്നത് അവിടെ പോയി തന്നെ നിർബന്ധമായും പുരുഷന്മാരത് നിർവഹിക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇളവുണ്ട്. അവർക്ക് വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ മതി. എന്നാൽ പള്ളിയിലേക്ക് ഒരു സ്ത്രീ ജമാഅത്തിന് പോവുകയാണെങ്കിൽ അവൾക്കും പ്രതിഫലം അവൾക്ക് ആശിക്കാവുന്നതും പ്രതിഫലം ലഭിക്കുന്നതുമാണ്. എന്നാൽ പോകാതിരുന്നാൽ പെണ്ണ് കുറ്റക്കാരിയല്ല, പുരുഷൻ അങ്ങനെയല്ല, അവൻ പോയിക്കൊള്ളണം.
അവിടെ തന്നെ പോയി നിർവഹിച്ചാലേ അവന്റെ നിസ്കാരത്തിന്റെ പരിപൂർണമായ പ്രതിഫലം അവന് ലഭിക്കുകയും അല്ലാഹുവിങ്കൽ വിചാരണാ നാളിൽ നിസ്കാരത്തെക്കുറിച്ചുള്ള വിചാരണയെക്കുറിച്ചുള്ള ഭാഗത്ത് ആ വിചാരണയ്ക്ക് പടച്ചതമ്പുരാന്റെ മുമ്പിൽ വിജയിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്യണമെങ്കിൽ അത് വിളിക്കുന്നിടത്ത് പോയി തന്നെ നിർവഹിക്കണം. വിശദീകരിക്കേണ്ടതില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു കണ്ണ് കാണാത്ത സഹാബിയാണ്. റസൂലുള്ളാഹിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ചോദിച്ചു, നബിയെ, ഞാൻ അന്ധനാണ്, ഞാൻ പള്ളിയിൽ വരാതെ ബാങ്ക് കേട്ട് വീട്ടിൽ നിന്ന് നമസ്കരിച്ചോട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ചുരുക്കി പറയട്ടെ, ലാ അജിദു ലക റുഖ്സതൻ, നിനക്ക് ഞാനൊരു ഇളവും കാണുന്നില്ല. ബാങ്ക് വിളി നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കഴിയുമെങ്കിൽ മുട്ടിലിഴഞ്ഞുകൊണ്ടെങ്കിലും പള്ളിയിൽ വന്നേക്കണം എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന. മുനാഫിക്കുകളെ സംബന്ധിച്ചു പറഞ്ഞ ഭാഗം അതും ഗൗരവമാണ്. മുനാഫിഖീങ്ങൾക്ക് ഏറെ പ്രയാസകരമായ നമസ്കാരങ്ങളാണ് ഇശാവും സുബ്ഹിയും എന്ന് പറഞ്ഞ വചനത്തിൽ കാണാം. അവരതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നുവെങ്കിൽ ലഅതൗഹുമാ ഹബലു ഹബവൻ, മുട്ടിട്ട് നീന്തിയിട്ടെങ്കിലും ചന്തിയിട്ട് ഞരങ്ങിയിട്ടെങ്കിലും അവർ പള്ളിയിലെത്തിച്ചേരുമായിരുന്നു. വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുനാഫിക്കുകളാണ് പള്ളികളിലെ ജമാഅത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് റസൂലുള്ളാഹിയിൽ നിന്ന് ദീന് പഠിച്ച സഹാബിമാര് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളിയിൽ വരാത്ത ആളുകളെ, മുനാഫിക്കുകളെ അല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരൊറ്റ മുഅ്മിനും അവന്റെ വീട്ടിൽ നിന്ന് നിസ്കരിക്കാറില്ല. മുനാഫിക്കുകൾ നിസ്കരിക്കാറുണ്ട്, വീട്ടിൽ നിന്ന് നിസ്കരിക്കാറുണ്ട്, പള്ളികളിലേക്ക് അവർ വരാറില്ല എന്ന്. വിഷയം വളരെ ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, പള്ളിയിൽ വന്നു നോക്കുമ്പോൾ ചിലരെയൊന്നും പള്ളിയിൽ കാണുന്നില്ല. പ്രവാചകൻ പറഞ്ഞു, ലഖദ് ഹമംതു, ഞാൻ വിചാരിച്ചുപോയി ഒരാളെ ഇവിടെ നിർത്തട്ടെ, എന്നിട്ട് ഒരു വിറക് കെട്ടും കൊണ്ടുവന്ന് എണ്ണയും പോയി ആ വീട്ടിനെ തന്നെ തീയിട്ട് നശിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ചിന്തിച്ചുപോയി. തടസ്സമെന്താണ്? നിസ്കാരം പള്ളികളിൽ വന്ന് തന്നെ നിർവഹിച്ചോളണം എന്ന് നിർബന്ധമില്ലാത്ത സ്ത്രീകളും കുട്ടികളും അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ആ വീടുകളിൽ വെച്ച് ജമാഅത്തിന് വരാതെ വീട്ടിൽ വെച്ച് പിഞ്ച് നിസ്കരിക്കുന്ന ആളുകളുടെ വീടുകളെ ചുട്ടുവെണ്ണീറാക്കുവാൻ ഞാൻ ചിന്തിച്ചുപോയി എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിലെ ഒരു മെമ്പർക്ക്, തന്റെ സമുദായത്തിലെ ഒരു മനുഷ്യന്, ഒരു സഹോദരന്റെ ഒരു രോമകൂപത്തിന് പോലും ഒരു പോറലേൽക്കുന്നത് സഹിക്കാത്ത പ്രവാചകനാണ് ഈ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഖുർആൻ നൽകിയ സർട്ടിഫിക്കറ്റ് എന്താണ്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് വളരെയേറെ കാരുണ്യമുള്ള പ്രവാചകൻ, നിങ്ങൾ വിഷമിക്കുന്നത് സഹിക്കാത്ത പ്രവാചകൻ. തന്റെ ഉമ്മത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വിഷമിക്കുന്നത് സഹിക്കാൻ കഴിയാത്തത്ര കാരുണ്യത്തിന്റെ വലിയ ഒരു കേന്ദ്രമായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളയാണ് പറയുന്നത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ വീടുകളിലെ തിരിയിട്ട് കത്തിച്ചിട്ടുള്ള തിരികളുണ്ടെങ്കിൽ അത് കെടുത്തിക്കളയണം, കാരണം നിങ്ങളുടെ വീടുകൾ തീപിടിക്കാൻ കാരണമായേക്കും എന്ന് വരെ പറഞ്ഞ് ആളുകളോട് വളരെ അവരുടെ ആരോഗ്യത്തിന്റെയും മറ്റു കാര്യങ്ങളുടെയും ഒക്കെ കാര്യങ്ങളിൽ ഉത്ബോധനം നൽകിയ റസൂലുള്ളയാണ് ഈ പറയുന്നത് എന്നോർക്കണം. ഇവരെ വീടിന്റെ ഉള്ളിലിട്ട് ഞാൻ തന്നെ വിറകിട്ട് തീ കൊളുത്തി ചുട്ട് ചാമ്പലാക്കുവാൻ ചിന്തിച്ചുപോയി. എന്തേ കാരണം? ഇവർ പള്ളിയിൽ വരുന്നില്ല. അപ്പൊ എത്രയാണ് ഇതിന്റെ ഗൗരവം? വലിയ വിഷയമാണ്. മുനാഫിക്കുകളല്ലാതെ ജമാഅത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയില്ല എന്ന് സഹാബിമാരും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മുൻഗാമികളായ സഹാബിമാര് പറയുന്നു, താബീങ്ങളുടെ ഒക്കെ റിപ്പോർട്ടുകളിൽ കാണാം, ബാങ്ക് വിളി കഴിഞ്ഞ് പള്ളിയിൽ ഇഖാമത്ത് വിളിക്കുന്ന സമയത്ത് പള്ളിയിലെത്തിപ്പെടാത്ത ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്ന് മിക്ക ആളുകളുടെയും റിപ്പോർട്ടുകളിൽ കാണുന്നു. വളരെ കണിശമായി, വളരെ ഗൗരവത്തോടുകൂടി അവരത് ചിന്തിച്ചു. എന്തേ? വലിയ നേട്ടമാണ് അതുകൊണ്ട് ലഭിക്കുന്നത്, വലിയ നേട്ടമാണ് അതുകൊണ്ട് ലഭിക്കുന്നത്. കാരണം ഒരാളിതാ, ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ വെച്ച് തന്നെ ശുദ്ധീകരണം നടത്തുന്നു. ഹദീസിന്റെ പദങ്ങൾ ഞാൻ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല, ആശയമാണ് പറയുന്നത്. ഒരാൾ തന്റെ താമസ സ്ഥലത്ത് വെച്ച് തന്നെ ശുദ്ധീകരണം നടത്തുന്നു, അഥവാ പരിപൂർണമായി വുളൂ ചെയ്യുന്നു. എന്നിട്ട് അവന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പള്ളിയിലേക്ക് ജമാഅത്തിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവൻ ഇറങ്ങുന്നതെങ്കിൽ ആ പള്ളിയിലേക്ക് പോയി തിരിച്ചു വരുന്നത് വരെ
അവൻ വെക്കുന്ന ഓരോ ചുവടുവെപ്പുകളും പടച്ചതമ്പുരാന്റെ അടുക്കലുള്ള അവന്റെ സ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യരെന്ന നിലക്ക് അവനിൽ സംഭവിച്ചിട്ടുള്ള പാപങ്ങൾ കുറേശ്ശെയായി അല്ലാഹു തആല ഓരോ കാലടിയിലൂടെയും പൊറുത്തുകൊണ്ടിരിക്കുകയാണ്. അവനിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള അപരാധങ്ങളെ അല്ലാഹു മാപ്പാക്കി കൊടുക്കുകയാണ്. നമസ്കാരത്തിന് പോകുന്ന ജമാഅത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിം നടന്നു പോകുന്ന ഓരോ അടിയിലും ഓരോ ചുവടുവെപ്പിലും അവനെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന, നരകത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും വലിയ കർമ്മമാണെന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ അനുയായികൾക്ക് ഈ ഒരു വലിയ പുണ്യകർമ്മം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തോന്നുന്ന നേരത്ത്, തോന്നുന്ന സ്ഥലത്ത് വെച്ച്, തോന്നുന്ന സമയത്ത് നിർവഹിക്കുവാൻ എങ്ങനെയാണ് മനസ്സ് വരിക, എങ്ങനെയാണ് ധൈര്യം വരിക എന്ന് നമ്മൾ ഓർക്കുക. ആയുസ് കുറഞ്ഞ, ആരോഗ്യം കുറഞ്ഞ സാധുക്കളായ പാപികളായ നമുക്കൊക്കെ വീണ് കിട്ടുന്ന സുലഭമായ അനർഘങ്ങളായ നിമിഷങ്ങൾ, വിലപ്പെട്ട സമയങ്ങൾ, വിലപ്പെട്ട കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നിടത്തോളം ചെയ്താലേ അല്ലാഹുവിങ്കൽ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ. നിസ്കാരം നമ്മുടെ മുഖത്ത്